ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 100 ഡേയ്സ് ചലഞ്ച് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡേ 36 ആണ്. ഈ 36ാമത്തെ ദിവസം ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ രാഷ്ട്രതന്ത്രശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ മുന്നത്തെ ഭാഗങ്ങളിലുള്ള എല്ലാതും നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ 100 ഡേയ്സ് ചലഞ്ചിൽ 100 ഡേയ്സും എന്തൊക്കെയാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് വിശദമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാനത് കൊടുക്കുകയും ചെയ്യാം. എന്നാലും നമ്മളുടെ ഒരുപാട് വീഡിയോസിൽ താഴെ വന്നിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെയാണ് ടൈം ടേബിൾ, 100 ദിവസത്തെ ടൈം ടേബിൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കാം. നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ LPUP 100 ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് കാണും. ആ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ 100 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിളും അതുപോലെ തന്നെ ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്സും അതിൻ്റെ ക്ലാസ്സുകളും ഒക്കെ ഇതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് റിട്ടുകളാണ്. റിട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗലിക അവകാശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഈ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. ഈ റിട്ടുകൾ പലതരത്തിലുള്ള റിട്ടുകളുടെ വാക്കുകൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രത്യേക വാക്കുകളാണ്, മലയാളം അല്ല. അപ്പോൾ ഈ റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത് എന്ന് ചോദിച്ചാൽ അത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. റിട്ട് എന്നൊരു ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടൻ എന്ന രാജ്യത്തിൽ നിന്നാണ് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. അതുപോലെ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? 32ാം അനുച്ഛേദ പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇനി ഹൈക്കോടതിയും സുപ്രീം കോടതിയും റിട്ട് പുറപ്പെടുവിക്കുന്നതിന് പ്രത്യേകം അനുച്ഛേദങ്ങളുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 32ാം അനുച്ഛേദം വെച്ചിട്ടും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 226ാം അനുച്ഛേദം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ള റിട്ടുകൾ നമുക്ക് നോക്കാം. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറൻറ്റോ, സെർഷ്യോററി, ഇത്രയുമാണ്. അപ്പോൾ അതിൽ ആദ്യത്തേത് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ നമുക്ക് മോചിപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഈ റിട്ട് അറിയപ്പെടുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്ന പേരിലാണ്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഈ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക, അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ, ശരീരം ഹാജരാക്കുക. ഇനി അടുത്തതാണ് മാൻഡമസ്. മാൻഡമസ് എന്ന് പറയുന്നത് സ്വന്തം കടമ നിർവഹിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനത്തെയോ നമ്മൾ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനം തങ്ങളുടെ കർത്തവ്യം നിറവേറ്റാൻ ശാസിക്കുന്ന കോടതി പുറപ്പെടുവിക്കുന്ന ഒരു റിട്ടാണ് മാൻഡമസ്. അത് നാം കൽപ്പിക്കുന്നു എന്നാണ് കേട്ടോ ഈ മാൻഡമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം, നാം കൽപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ രാഷ്ട്രപതി, ഗവർണർ, പാർലമെൻറ്റ് ഇവയ്ക്കൊന്നും എതിരായിട്ട് ഇതേപോലെ മാൻഡമസ് പുറപ്പെടുവിക്കാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മൾ ഒരു ഉദ്യോഗസ്ഥ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു പൊതുസ്ഥാപനം ഇതിനൊക്കെ എതിരെ നമുക്ക് കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ശാസിച്ച് കോടതിക്ക് മാൻഡമസ് പുറപ്പെടുവിക്കാൻ പറ്റും. അടുത്തത് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിലക്കുക എന്നാണ്. വിലക്കുക ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീഴ്ക്കോടതി തൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, നീതി നിയമവ്യവസ്ഥകൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിനെ പ്രാഥമികമായി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ. അതായത് നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. വിലക്കുക എന്നതാണ് ഈ റിട്ടിൻ്റെ അർത്ഥം, ഈ ഒരു വാക്കിൻ്റെ അർത്ഥം. ഇത് ജുഡീഷ്യൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോ വാറൻറ്റോ. അത് ഒരു വ്യക്തി തനിക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോ വാറൻറ്റോ. കോ വാറൻറ്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അധികാരം എന്നാണ്, എന്തധികാരം. ഇനി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ഈ റിട്ടാണ് കേട്ടോ, കോ വാറൻറ്റോ എന്ന് പറയുന്ന റിട്ടാണ്. എന്തധികാരം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇനി അടുത്തത് സെർഷ്യോററി. അത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി.
അത് സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം, ഈ വാക്കിൻ്റെ അർത്ഥം. ഇത് നമുക്ക് ഇതിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ റിട്ടുകളിൽ മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ ഇത് മൂന്നും നമുക്ക് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയില്ല. അതത് സ്ഥാപനങ്ങളോ ഉദ്യോഗസ്ഥരോ നമ്മളീ പറയുന്ന കോടതികളോ അവർക്കൊക്കെ എതിരെയുള്ളതാണ്. ബാക്കി രണ്ടെണ്ണം നമുക്ക് സാധാരണ ആളുകൾക്കെതിരെയും നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടുകളാണ്. അപ്പോൾ മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ ഇത് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സാമൂഹിക നീതി ഉറപ്പാക്കാൻ വേണ്ടി ഭരണഘടനയിൽ നിർദ്ദേശങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളെയാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുക. അപ്പോൾ ഈ ഒരു നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് കോടതി മുഖാന്തിരം ഒന്നും സാധിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല, അത് നിർദ്ദേശങ്ങൾ മാത്രമാണ്. ഓക്കെ, ഇനി അയർലൻഡിൽ നിന്നാണ് ഈ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചുള്ള ആ ഒരു ഇത് നമ്മളുടെ ഭരണഘടനയ്ക്ക് നമ്മൾ കടമെടുത്തിട്ടുള്ളത്, നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗം. ഇനി ഭാഗം 4 ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്നത്. അതുപോലെ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം സ്പെയിനാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭാഗം 4 ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ കുറച്ച് ആശയങ്ങൾ നമ്മൾ ഈ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, അതുപോലെ ലഹരി വസ്തുക്കളുടെ നിരോധനം. ഈ 3 തത്വങ്ങളും ഗാന്ധിജിയുടെ ആശയങ്ങളാണ്. നമ്മൾ അത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സപ്രു കമ്മിറ്റി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അത് ഏത് കമ്മിറ്റിയാണ്? സപ്രു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമാക്കിയത്. ഇനി ഈ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ അങ്ങനെ 3 നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ. അതിൽ ഗാന്ധിയൻ എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിക്കിൾ 40, 43, 43B, 46, 47, 48 ഇത്രയുമാണ് ഗാന്ധിയൻ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെട്ട അനുച്ഛേദങ്ങളുടെ ആർട്ടിക്കിളുകളുടെ നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് സോഷ്യലിസ്റ്റ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് ആർട്ടിക്കിൾ 38, 39, 39A, 41, 42, 43, 43A, 47 ഇത്രയും അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകളിലാണ് സോഷ്യലിസ്റ്റ് നിർദ്ദേശക തത്വങ്ങളുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ലിബറലാണ്. ലിബറൽ ഇൻ്റലക്ച്വൽ ഈ വിഭാഗങ്ങളൊക്കെ ഉൾപ്പെട്ടുള്ളത് ഏത് അനുച്ഛേദങ്ങളിലാണ്? അനുച്ഛേദം 44, 45, 48, 48A, 49, 50, 51. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ ഈ അനുച്ഛേദങ്ങളുടെ നമ്പറുകൾ പഠിച്ചു വയ്ക്കുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് വിട്ടേക്കുക. കാരണം ചിലർക്ക് നമ്പറുകൾ ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വിട്ടേക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കുറച്ച് അനുച്ഛേദങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഭാഗത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അനുച്ഛേദങ്ങളാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ചേ ഉള്ളൂ, ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കണം. ഓക്കെ, അതായത് അനുച്ഛേദം 37 അതായത് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്നനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 37. ഞാൻ ഓൾറെഡി ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞു, നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് കോടതിയിലൂടെ നടപ്പിലാക്കാൻ സാധ്യമല്ല, അത് നിർദ്ദേശങ്ങൾ മാത്രമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ആശയം അതനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 37. ഇനി 39D അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39D. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 44. യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് ശാസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 44. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള റിസർവേഷൻസും ഒന്നും കൂടാതെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉള്ളതാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമുണ്ട്, ഇന്ത്യൻ സംസ്ഥാനം. ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രമേ ഇന്ന് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ളൂ. അത് ഗോവയാണ് കേട്ടോ, ഗോവ. ഇനി
ആർട്ടിക്കിൾ 47 അത് മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 47. ജനങ്ങളുടെ പുരോഗതിയും ആരോഗ്യവും ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മദ്യനിരോധനം നടപ്പിലാക്കണം എന്നിട്ടുള്ളൊരു ആർട്ടിക്കിളുള്ളത്. അത് ആർട്ടിക്കിൾ 47 ഓക്കെ. അപ്പോൾ അത് നിർദ്ദേശക തത്വങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ആർട്ടിക്കിൾ 48 എന്ന് പറയുന്നത് ഗോവധ നിരോധനം, കൃഷി, മൃഗസംരക്ഷണം ഇവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 48. അടുത്തത് ആർട്ടിക്കിൾ 51 അത് അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51. ഇനി ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് ഇത്രയും ആർട്ടിക്കിളല്ല നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്, ധാരാളം ഉണ്ട്. അവയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നിർബന്ധമായും പഠിക്കണം. ബാക്കി കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങൾ റാങ്ക് ഫയൽസൊക്കെ നോക്കിയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, മൗലിക കർത്തവ്യങ്ങൾ. നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവകാശങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ എന്ന് പറയുന്നത്. അപ്പോൾ മൗലിക കടമകൾ 1977 ജനുവരി 3-ാം തീയതിയാണ് നിലവിൽ വരുന്നത്. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വരുന്നത് 42-ാം ഭേദഗതി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 42-ാം ഭേദഗതി അനുസരിച്ചിട്ട് ഇപ്പം നിലവിൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. മുന്നേ 10 മൗലിക കടമകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 10 മൗലിക കടമകൾ. ഇപ്പോൾ അത് 11 മൗലിക കടമകളായിട്ട് മാറി. അപ്പോൾ ഈ 11ാമത്തെ മൗലിക കടമ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 86-ാം ഭേദഗതി അനുസരിച്ചിട്ടാണ്. 2002 86-ാം ഭേദഗതി അനുസരിച്ചിട്ടാണ് 11ാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അതെന്താണെന്നറിയോ? അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളുടെ മൗലിക കടമയായി പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഈ 11ാമത്തെ മൗലിക കടമ. അപ്പോൾ അത് കൂട്ടിച്ചേർത്തത് 2002-ലാണ്. 86-ാം ഭേദഗതി അനുസരിച്ചിട്ടാണത് കൂട്ടിച്ചേർത്തത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല എന്ന്. അതുപോലെ തന്നെയാണ് ഈ മൗലിക കടമകളും നമുക്ക് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാനൊന്നും കഴിയില്ല. ഇനി മൗലിക കടമകൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ് കേട്ടോ. റഷ്യയെ അനുകരിച്ച് USSRനെ അനുകരിച്ചാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഇനി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. പക്ഷേ അന്ന് 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. 11ാമത്തെ നമ്മൾ ഈ 2002-ലാണ് കൂട്ടിച്ചേർത്തത്. അത് 86-ാം ഭേദഗതിയാണ്, മറന്നു പോകരുത്. ഇനി നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വിഭാഗങ്ങളാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നമ്മൾ പ്രധാനമായിട്ടുള്ളത്. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, അതുപോലെ നീതിന്യായ വിഭാഗം. അപ്പോൾ അതിൽ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് അവരാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. നമ്മൾ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ ഇതൊക്കെ ഉൾപ്പെട്ടതാണ് നിയമനിർമ്മാണ വിഭാഗം. ഇവരാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഇനി നിയമങ്ങൾ നടപ്പിലാക്കുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. അതിലും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, അതുപോലെ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഉൾപ്പെട്ടതാണ് കാര്യനിർവഹണ വിഭാഗം. അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു വിഭാഗമാണ് നീതിന്യായ വിഭാഗം. അത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. നമ്മുടെ കോടതികളൊക്കെ വരുന്നത് ഈ ഒരു നീതിന്യായ വിഭാഗത്തിലാണ്. ഇനി നമ്മൾ പാർലമെൻറ്റിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമുണ്ട്, അതാണ് പാർലമെൻറ്റ്. ലെജിസ്ലേച്ചർ എന്നാണ് അറിയപ്പെടുക. ലെജിസ്ലേറ്റർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലെജിസ്ലേച്ചർ, പാർലമെൻറ്റാണത് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരത്തിന് നമ്മൾ പാർലമെൻറ്റ് മന്ദിരം എന്നാണ് കേട്ടോ പറയുക. 2023 സെപ്റ്റംബർ 19-ാം തീയതി 2023 സെപ്റ്റംബർ 19-ാം തീയതി നമ്മൾ പുതിയ മന്ദിരം സമ്മേളനം ആദ്യമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു പാർലമെൻറ്റ് മന്ദിരം നമ്മൾ നിർമ്മിച്ചു. ഒരു ത്രികോണാകൃതിയിലാണ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ പാർലമെൻറ്റ് മന്ദിരം
നിർമ്മിച്ചത്. നരേന്ദ്രമോദിയാണത് ഉദ്ഘാടനം ചെയ്തത്. 2023 മെയ് 28 ഉദ്ഘാടനം. ആദ്യത്തെ സമ്മേളനം നടന്ന വർഷമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 2023 സെപ്റ്റംബർ 19 ആ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യം അവതരിപ്പിച്ച ബില്ല് ഒരു പ്രത്യേകതയുണ്ട്, അത് വനിതാ സംവരണ ബില്ലാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ടൊരു ബില്ലാണ് ആ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഇനി നമ്മൾ ശൂന്യവേള എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ പാർലമെൻറ്റും സമ്മേളനങ്ങളും സഭയൊക്കെ പഠിക്കുമ്പോൾ ശൂന്യവേള പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. എന്താണ് ശൂന്യവേള? അതായത് ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കും ഇടയിലായിട്ടുള്ള സമയമാണ് ശൂന്യവേള എന്ന് പറയാം. അപ്പോൾ അജണ്ട പറയുകയും അതിൻ്റെ അതിൻ്റെ സംശയമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയത്താണ് ശൂന്യവേള. ഈ ശൂന്യവേള എന്ന് പറയുന്നത് വെറുതെ ഒന്നും ചെയ്യാതിരിക്കാനുള്ള ഒരു സമയമൊന്നുമല്ല കേട്ടോ. ഇത് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് അടിയന്തര പ്രമേയം ഉന്നയിക്കാനുള്ള ഒരു മാർഗമാണ് ശൂന്യവേള എന്ന് പറയാം. അതായത് അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ഇതിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്, അതിനൊക്കെ പരിഗണനയ്ക്ക് വരുന്നത് ശൂന്യവേളയുടെ സമയത്തായിരിക്കും. പാർലമെൻ്ററി രംഗത്ത് ഇന്ത്യയുടെ സംഭാവനയാണത്രേ ശൂന്യവേള. അപ്പോൾ 1962 ഇന്ത്യയിൽ ഈ ശൂന്യവേള അഥവാ 0 അവർ ആരംഭിക്കുന്നത്. 1962. അടുത്തത് ലോകസഭ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ലോവർ ഹൗസ്, അതായത് അധോസഭ, ലോവർ ഹൗസ് അഥവാ അധോസഭ എന്നറിയപ്പെടുന്നതാണ് ലോകസഭ. ലോകസഭയെ നമ്മൾ ജനപ്രതിനിധി സഭ എന്ന് വിളിക്കാറുണ്ട്. ജനപ്രതിനിധി സഭ, അതുപോലെ ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ് എന്നിങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ലോകസഭയാണ്. ലോകസഭയിൽ നമ്മുടെ കേരളത്തിൽ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണമാണ് ഞാനവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. 20 ലോകസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിൽ ഉള്ളത്. ഇനി നമ്മൾ ലോകസഭയുടെ കാലാവധിയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി. അതുപോലെ തന്നെ ലോകസഭ അംഗത്തിൻ്റെ കാലാവധിയും 5 വർഷം തന്നെയാണ്. ഓക്കെ, 5 വർഷമാണ് ലോകസഭയുടെ കാലാവധിയും ലോകസഭ അംഗത്തിൻ്റെ കാലാവധിയും. ഇനി ലോകസഭ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സാണ് കേട്ടോ. 25 വയസ്സാണ്. ഇനി ഈ ലോകസഭയുടെ പരവതാനിയുടെ കളറ് പലപ്പോഴും ചോദിച്ചു കേട്ടിട്ടുണ്ട് പരീക്ഷകളിൽ. ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ച കളറാണ്. പച്ച പരവതാനിയാണ് ലോകസഭയിൽ കാണാനായിട്ട് സാധിക്കുക. 2 സഭയുണ്ടെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ ലോകസഭയാണ് നമ്മൾ പഠിക്കണത്. ഇനിയൊരു സഭയും കൂടി ഉണ്ട്, അത് രാജ്യസഭയാണ്. അത് നമ്മൾ പഠിക്കും. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവാതെ തെറ്റിക്കാതെ നോക്കണം. അപ്പോൾ ലോകസഭയിൽ പച്ച പരവതാനിയാണുള്ളത്. ഇനി ലോകസഭയിൽ അധ്യക്ഷൻ സ്പീക്കറാണ് അധ്യക്ഷൻ വഹിക്കുന്നത്. അതുപോലെ ലോകസഭ അംഗങ്ങൾ രാജിക്കത്ത് കൊടുക്കേണ്ടത് സ്പീക്കർക്കാണ്. ഇനി അപ്പോൾ ഈ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം എന്താണ് അവിടെ എന്ന് ചോദിച്ചാൽ, ലോകസഭ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നതും അതുപോലെ ലോകസഭ പിരിച്ചുവിടുന്നതും പ്രസിഡൻ്റാണ്. അതിൻ്റെ അധികാരം പ്രസിഡൻറ്റിനാണ് ഉള്ളത്. ഇനി ഏറ്റവും കൂടുതൽ ലോകസഭ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ലോകസഭ അംഗങ്ങളുള്ള അത് ഉത്തർപ്രദേശാണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. ഇനി ഏറ്റവും കൂടുതൽ ലോകസഭ അംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഇനി നമ്മൾ നേരത്തെ കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം പറഞ്ഞിരുന്നു, അത് 20ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ സഭ സമ്മേളിക്കുമ്പോൾ ചെയറുകളൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലോകസഭയിൽ കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ് സീറ്റുകൾ സംവിധാനം ചെയ്തിട്ടുള്ളത് ലോകസഭയിൽ കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ലോകസഭയാണ് 17ാം ലോകസഭ. 2019 മുതൽ 2024 വരെ നിലവിലുണ്ടായിരുന്ന ലോകസഭയാണ് ഈ 17ാം ലോകസഭ. 78 വനിതകളാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത് ഈ ഒരു ലോകസഭയിലാണ്. ഇനി അതുപോലെ ഏറ്റവും ദൈർഘ്യമേറിയ ലോകസഭ 5ാം ലോകസഭയാണ്. ഇനി ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ലോകസഭ 12ാം ലോകസഭയാണ്. ഇനി ഈ ലോകസഭയിലെ മലയാളി സാന്നിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോകസഭയിൽ ആദ്യ മലയാളി വനിതകളെ കുറിച്ചിട്ടാണ്. ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനും ലോകസഭാംഗമായ ആദ്യ മലയാളി വനിതകളാണ് ആനി മസ്ക്രീനും അമ്മു സ്വാമിനാഥനും. അതേസമയം ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ചാൾസ് ഡയസ് ആണ്.
ഇനി നമ്മൾ രാജ്യസഭയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ അഥവാ അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. 1952 ഏപ്രിൽ 3 ഈ രാജ്യസഭ നിലവിൽ വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പച്ച പരവതാനിയായിരുന്നു ലോകസഭയിൽ, പക്ഷേ രാജ്യസഭയിൽ ചുവപ്പ് പരവതാനിയാണ്. അതുപോലെ ലോകസഭയിൽ നമ്മൾ സീറ്റിൻ്റെ ആകൃതി ഏതാ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതായത് കുതിരലാടത്തിൻ്റെ ആകൃതിയിലായിരുന്നു. പക്ഷേ രാജ്യസഭയിൽ അർദ്ധവൃത്താകൃതിയിലാണ് സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുക. ഇനി നമ്മൾ കാലാവധിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ലോകസഭയുടെ കാലാവധി 5 വർഷം, ലോകസഭ അംഗത്തിൻ്റെ കാലാവധി 5 വർഷമായിരുന്നു. പക്ഷേ ഇവിടെ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 വർഷം കൂടുമ്പോൾ രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ പിരിഞ്ഞു പോവും, പുതിയ അംഗങ്ങൾ വരികയും ചെയ്യും. അതുകൊണ്ട് മൊത്തത്തിൽ രാജ്യസഭയെ നമുക്ക് പിരിച്ചുവിടാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് കാലാവധി പറയാൻ പറ്റില്ല. അതേസമയം പുതിയ അംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. ഇനി ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ളത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. ഇനി നമ്മൾ നേരത്തെ 25 വയസ്സാണ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെന്ന് അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം പറഞ്ഞത്. പക്ഷേ ഇവിടെ രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. 30 വയസ്സ്. ഇനി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ ഈ രീതി, രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കറിയാം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കുറേ മലയാളികളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ വളരെ സുപരിചിതനായ ഒരാളാണ് സുരേഷ് ഗോപി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള സിനിമാ നടനാണ് സുരേഷ് ഗോപി. ഇനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് സർദാർ KM പണിക്കരാണ് കേട്ടോ. സർദാർ KM പണിക്കരാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സിനിമാ നടൻ ചോദിച്ചാൽ അത് സുരേഷ് ഗോപിയാണ്. അതുപോലെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ അത്ലറ്റ് ചോദിച്ചാൽ അത് PT ഉഷയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൽ ഒരു ക്ലാസ്സും കൂടി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവും എന്നാണ് ഞാൻ വിചാരിക്കണത്. നമുക്കിനി രാഷ്ട്രപതി, പ്രധാനമന്ത്രി, അവരുടെ അധികാരങ്ങളെക്കുറിച്ച് അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ സിലബസ് വൈസ് ടോപ്പിക്സ് നല്ല രീതിയിൽ ഇങ്ങനെ പഠിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഞാൻ ഈ ആഴ്ചയിൽ പഠിക്കേണ്ടത് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഓരോ ദിവസവും SCRT ഓരോ ചാപ്റ്റർ വെച്ച് പഠിക്കണം. അത് സയൻസ്, സോഷ്യൽ, മാത്സ് ഇത് 3 നമുക്ക് SCRT തീർക്കാനുള്ളതാണ്. അപ്പം നിങ്ങളുടെ സൗകര്യപ്രകാരം മാറി പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു സയൻസ് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ അങ്ങനെ പഠിക്കുകയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വെച്ചിട്ട് SCRT പഠിച്ചിട്ടിരിക്കണം. ഓക്കെ. അതുപോലെ ഇംഗ്ലീഷ് നമ്മൾ ഒരാഴ്ചയിലേക്കാണ് ടോപ്പിക് തരുന്നത്. അത് ആഴ്ച കൊണ്ട് പഠിച്ച് തീർത്താൽ മതി. പിന്നെ സിലബസ് വൈസ് ടോപ്പിക്ക് നമ്മൾ ഇടുന്ന പോലെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നമ്മൾ 100 ഡേയ്സ് ചലഞ്ചിൻ്റെ അതെങ്ങനെയാണ് 100 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ എന്നുള്ളത് ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കാം. ഓക്കെ. ഇനി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പാഴാക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ മുന്നിലേക്ക് ധാരാളം പേര് കയറിപ്പോവും, നമ്മളുടെ റാങ്ക് പുറകിലോട്ട് പോകും. അതുകൊണ്ട് ഒട്ടും സമയം കളയേണ്ട, നമ്മുടെ മടിയൊക്കെ മാറ്റി വയ്ക്കുക. വളരെ കുറച്ച് നാളത്തേക്ക് മാത്രം നിങ്ങൾ ഈ മടിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കവും നിങ്ങളുടെ ബന്ധുക്കളുടെ പ്രോഗ്രാംസും ഒക്കെ നിങ്ങൾ മാറ്റിയാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിമാനത്തോടെ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.